നിന്ന് മോഹൻലാൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സൈനിക വെച്ചാണ് ഇറങ്ങുന്നത്. മോഹൻലാലിനെ കാണാൻ തീർച്ചയായും അതുതന്നെയാണ് വയനാടിന് ഒന്നാകെ കൈത്താങ്ങ് നൽകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ആദ്യ പടിയായാണ് ഇത് സൈന്യത്തിന്റെ ഒരു രക്ഷാപ്രവർത്തനം, വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലകളിൽ അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം പുറപ്പെടാനായി വാഹനത്തിലേക്ക് കയറുകയാണ്. നമുക്കറിയാം സൈന്യത്തിന്റെ ഒരു അതിതീവ്രമായുള്ള ഒരു പ്രവർത്തനം, രാവെന്നോ പകലെന്നോ ഇല്ലാതെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു സൈന്യം ഈ മേഖലകളിലൊക്കെ തന്നെ ചെയ്ത്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം, ആ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ദുരന്ത മേഖലയിലേക്ക്, ദുരിതം വിതച്ച ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലേക്ക് അദ്ദേഹം യാത്രയാകുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.